എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നയനയും കൊണ്ടാണ് ആദർശ് അനന്തപുരിയിലേക്ക് കയറി വരുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. സന്തോഷമില്ലാത്തത് നമ്മുടെ ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കുമാണ്. അവർക്കതൊരു ഭയങ്കര ഷോക്കായിപ്പോയി. അവർ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറായി ഇരുന്നതായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ആദർശ് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പം ഇവൾ ജ്വല്ലറിയിൽ ഡിസൈനർ അല്ലായിരുന്നു എങ്കിൽ പോലും ഇവളെ കൈവിട്ട് കളയാനൊന്നും പറ്റില്ല. കാരണം എന്നെ ഇതുപോലെ മനസ്സിലാക്കിയ ഒരു ഭാര്യയെ, ഈ വീട്ടിലുള്ളവരെ ഇതുപോലെ മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയെ ഇനി ഒരിക്കലും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇവളെ അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് ആദർശ് പറയുവാണ്. പിന്നീട് നമ്മുടെ അനാമികയെ കാണിക്കുവാണ്. അനാമികയ്ക്ക് ആകെ വിഷമായി നയന തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് ജലജയോട് പറയുവാണ്, എനിക്ക് വല്യമ്മയുടെ കാലുമാറ്റമാണ് സഹിക്കാൻ പറ്റാത്തത്. അവളൊരു കള്ളത്തരം എഴുതി വെച്ചിട്ട് ഇവിടെ നിന്ന് പോയതാണ്. അന്നേരം അവളെ തിരിച്ചു കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് ആദർശേട്ടനെ തടയേണ്ടത് വല്യമ്മയല്ലായിരുന്നു എന്ന് ഇങ്ങനെ വിഷമത്തോടും സങ്കടത്തോടും കൂടി പറയുന്നുണ്ട് അനാമിക. പിന്നീട് നയന ദേവയാനിയെ പോയി കാണുന്നതാണ് കാണിക്കുന്നത്. അമ്മേ എന്ന് വിളിച്ച് റൂമിലേക്ക് കയറുന്നതേ ദേവയാനിക്ക് ഭയങ്കര സന്തോഷം. ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് സ്നേഹപ്രകടനം എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പം അവൻ എങ്ങനെയാണ്, അവൻ്റെ രീതി എങ്ങനെയാണ്, മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പം പിണക്കമൊക്കെ മാറി, ഇപ്പം നേരത്തെക്കാലം ഇരട്ടി സ്നേഹമായി എന്നോട് എന്ന് പറയുമ്പം ദേവയാനിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നയനയും ആദർശിനെയും കാണിക്കുന്നു. ആദർശ് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി, നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കണമെന്ന് ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി രണ്ടുപേരും ഒരുമിച്ച് ആ അമ്പലങ്ങളിലെല്ലാം പോയി തൊഴണമെന്ന് ആദർശ് ഒരുപാട് സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്.